ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഈ ഒരു രഹസ്യവിദ്യ ചെയ്താൽ പെട്ടെന്ന് സാമ്പത്തികം നിങ്ങളിലേക്ക് വരും, അങ്ങനെയുള്ള ഒരു കാര്യമാണ് പറയുന്നത്. നിങ്ങളത് വിശദമായിട്ട് കേൾക്കുക, അറിയുക, മനസ്സിലാക്കുക, ചെയ്തു നോക്കുക, ശരിയായിട്ട് ചെയ്യുക. ശരിയായിട്ട് ചെയ്തവർക്കൊക്കെ അതിൻ്റെ ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതുപോലെ ആരും പറഞ്ഞു തരത്തില്ല. അത് നിങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലാകും. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്യുക. ഞാൻ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മാറ്റമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. അപ്പം ശിവഭഗവാന്റെ തന്നെ പാദങ്ങൾ സ്മരിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്. അതോടൊപ്പം നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴിയേ ഉള്ളൂ. വാട്സപ്പിൽ തന്നെ വർക്കുകൾ സമയത്തിന് കൊടുക്കാൻ പറ്റാറില്ല. അതുകൊണ്ട് തന്നെയാണ് നേരിട്ടില്ലാത്തത്. ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല, മിക്കവാറും വർക്കിൽ തന്നെ ആയിരിക്കും. അതുകൊണ്ട് നോക്കേണ്ട ഒരു ഹസ്തരേഖ, സംഖ്യാ, ജ്യോതിഷം, ഗ്രഹനില, ഇതാണ് വിശകലനം ചെയ്യുന്നത്. വാട്സപ്പ് ഇടുക, ഫ്രീ ആകുമ്പോൾ റിപ്ലൈ തരും. എല്ലാവരെയും നോക്കാൻ പറ്റത്തില്ല. നമുക്ക് പറ്റുന്ന കുറച്ച് ആളുകളുടെ മാത്രം റിപ്ലൈ തരും. അത് ഞാൻ നല്ല കാര്യങ്ങളെ പറയത്തുള്ളൂ. ക്ഷേത്രത്തിലേക്ക് വേണ്ടിയുള്ള നല്ല പ്രാർത്ഥനകളും വഴിപാടുകളും സ്വയം ചെയ്യാവുന്ന മന്ത്രങ്ങളും ചൊല്ലാവുന്ന നല്ല മന്ത്രങ്ങളും അത് നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം അത് കേട്ടിട്ട് ചെയ്യുക, അല്ലെ ചെയ്യാതിരിക്കുക. അപ്പം അങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ ഇഷ്ടദേവത, ഭാഗ്യസംഖ്യ, ഭാഗ്യനിറം, എവറിത്തിങ്, വേണ്ട കാര്യങ്ങളൊക്കെ അപ്പം പറഞ്ഞതേ ഉള്ളൂ. അപ്പം ഇനിയും വിഷയത്തിലേക്ക് വരികയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നല്ല നല്ല ആളുകളിലേക്ക് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾക്ക് ഇത്തരം നല്ല കാര്യങ്ങൾ അറിയാൻ പറ്റും. അത് ഒരുപാട് ആളുകളുടെ ജീവിതം മാറ്റും. അത് നിങ്ങൾ ചെയ്യുന്ന വലിയൊരു കാര്യമായിരിക്കും. നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് പൂർണ്ണ ഇഷ്ടമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നല്ലതെന്ന് തോന്നുന്നെങ്കിൽ അത് കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ശുഭോഹം. അപ്പം വിഷയത്തിലേക്ക് വരികയാണ്. നാം എല്ലാം മന്ത്രങ്ങൾ ജപിക്കാറുണ്ട്, അല്ലേ? നിരവധി മന്ത്രങ്ങൾ ജപിക്കാറുണ്ട്. അപ്പം നിങ്ങൾ ഈ മന്ത്രങ്ങൾ ഒരു പ്രത്യേക രീതിയിൽ ജപിച്ചാൽ അതിൻ്റെ ഫലങ്ങൾ പെട്ടെന്ന് കിട്ടും. ഇപ്പോൾ സമ്പത്തിന് വേണ്ടിയുള്ളൊരു മന്ത്രമാണെങ്കിൽ ആ മന്ത്രം ഒരു പ്രത്യേക രീതിയിൽ ജപിച്ചാൽ പെട്ടെന്ന് ഫലം ഉണ്ടാകും. അത് നിങ്ങളുടെ ജീവിതം എന്നേക്കുമായി മാറ്റും. ആ ഒരു രഹസ്യവിദ്യ പറഞ്ഞുതരാൻ പോകുന്നു. അത് ആരറിയുന്നോ, ആര് ചെയ്യുന്നോ അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാകും. ഇത് നിങ്ങൾക്ക് രഹസ്യമായിട്ട് ചെയ്യാം, ചെയ്തു നോക്കാം. ചെയ്തവർക്കെല്ലാം ഫലമുണ്ടായ കാര്യമാണ്. അപ്പോൾ മന്ത്രങ്ങളെ ഞാനത് നിങ്ങൾക്ക് വിശദമായിട്ട് പറഞ്ഞുതരാം. അത് നിങ്ങൾ മനസ്സിലാക്കി ചെയ്യുമ്പോഴാണ് ഫലം ഉണ്ടാകുന്നത്. അതിൻ്റെ രഹസ്യവിദ്യ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. അപ്പം മന്ത്രങ്ങൾ, നമ്മൾ പല മന്ത്രങ്ങളെക്കുറിച്ച് നമുക്കറിയാം. പല മന്ത്രങ്ങൾ നമ്മൾ ജപിക്കുന്നുണ്ട്. പല ഗ്രന്ഥങ്ങളിലും മന്ത്രങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ഈ മന്ത്രങ്ങൾ ഇത്ര ജപിക്കുമ്പോഴാണ് അത് സിദ്ധി വരുന്നത് എന്നുള്ള പല മന്ത്രങ്ങൾക്കും പല കണക്കുകളുണ്ട്. അതെല്ലാം ശരി തന്നെയാണ്. നിങ്ങൾക്ക് പെട്ടെന്ന് ഫലം ലഭിക്കാനുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഒരു രഹസ്യവിദ്യയാണ്. അപ്പം മന്ത്രങ്ങൾ കൂടുതൽ ജപിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇത്ര ജപിക്കുമ്പോൾ അത് സിദ്ധി വരുന്നതിൻ്റെ ഒരു കാര്യം എന്നാണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ കൂടുതൽ തവണ അത് ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സ് അതിലേക്ക് ഏകാഗ്രമാകുമ്പോൾ നിങ്ങളുടെ ആ ഒരു മനസ്സിലേക്ക്, നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക്, അനലറ്റിക് മൈൻഡിൽ നിന്ന് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ആ ചിന്ത പോകുമ്പോഴാണ് അത് സിദ്ധമാകുക എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കാര്യം തന്നെ നിരന്തരം കൂടുതൽ ചെയ്യുമ്പോഴാണ് അത് നമ്മുടെ ഉള്ളിലേക്ക് ചെല്ലുന്നത്. അതാണ് അതിൻ്റെ അകത്ത് ഒരു പ്രധാന കാര്യം. ഒരു ചിന്ത തന്നെ, ആ ഒരു രീതി തന്നെ അത് കൃത്യമായിട്ട് ആവർത്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ചൊല്ലുമ്പോഴാണ് മാറ്റം ഉണ്ടാകുന്നത്. ഞാൻ പറയാൻ പോകുന്ന മന്ത്രത്തിൻ്റെ പെട്ടെന്ന് ഫലം കിട്ടുന്ന ചില രഹസ്യങ്ങളെക്കുറിച്ചാണ്. ഏത് മന്ത്രം ജപിച്ചാലും നിങ്ങൾക്ക് പെട്ടെന്ന് ആ മന്ത്രത്തിൻ്റെ ഫലം കിട്ടുന്ന ഒരു രഹസ്യവിദ്യയാണ് പറഞ്ഞു തരാൻ പോകുന്നത്. ഇപ്പം നമ്മളിപ്പോൾ ഒരു മന്ത്രം ജപിക്കുന്നു. ഓം ഐം ശ്രീം ഹ്രീം ക്ലീം നമ, മഹാലക്ഷ്മിയുടെ മന്ത്രമാണ്, സമ്പത്തിൻ്റെ മന്ത്രമാണ്. ഇനി വേറൊരു മന്ത്രം പറയാം. ഓം ശ്രീം ഹ്രീം ശ്രീം ക്ലീം ശ്രീ സിദ്ധലക്ഷ്മിയെ നമ. ഇതും സമ്പത്ത് നൽകുന്ന ഒരു മന്ത്രമാണ്, അത്ഭുത ശക്തിയുള്ള മന്ത്രമാണ്. ഇവിടെയെല്ലാം ഹായാണ് ഞാൻ ഉച്ചരിക്കുന്നത്, കാന്ന് ജപിക്കരുത് കേട്ടോ. അപ്പോൾ ഇതിലേത് മന്ത്രം വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇനി അല്ലെങ്കിൽ ഓം കൃഷ്ണായ നമ, ഭഗവാന്റെ സമ്പത്ത് ഉണ്ടാകും. അപ്പോൾ ഞാനൊരു ഉദാഹരണത്തിന് 1, 2, 3 മന്ത്രങ്ങൾ പറയുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് സാമ്പത്തികത്തിൻ്റെ, ലക്ഷ്മി ദേവതയുടെയോ കൃഷ്ണൻ്റെയോ അല്ലെങ്കിൽ ശിവൻ്റെ ആണെങ്കിലും സാമ്പത്തികം നൽകുന്ന ഏത് മന്ത്രങ്ങളും ഉപയോഗിക്കാം. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് മനസ്സിലാകാൻ വേണ്ടി ഓം ഐം ശ്രീം ഹ്രീം ക്ലീം നമ ഈ മന്ത്രത്തെക്കുറിച്ച് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് ഏത് മന്ത്രം വേണമെങ്കിലും ഉപയോഗിക്കാം. ഇപ്പം ഞാൻ ഈ മന്ത്രം ജപിക്കുന്നു.
ഈ മന്ത്രം ജപിക്കുമ്പോൾ ഞാൻ ഇത് മനസ്സിൽ ജപിക്കണം. നിങ്ങൾ വാഗുകൊണ്ട് ജപിക്കുന്നതോടൊപ്പം അത് കഴിഞ്ഞ് മനസ്സിൽ ജപിക്കണം. മനസ്സിൽ ജപിക്കുമ്പോൾ ഈ മന്ത്രം ജപിക്കുമ്പോൾ ആ ഒരൊറ്റ വരി മാത്രമേ മനസ്സിൽ കാണാവുള്ളൂ. അല്ലെങ്കിൽ ഈ മന്ത്രം എനിക്ക് കുറച്ചുകൂടി ജപിച്ചാലേ ഫലം കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ എത്ര നാൾ ജപിച്ചാലേ ഫലം കിട്ടുന്നത്, ഇങ്ങനെയുള്ള ഒരു ചിന്തകളും മനസ്സിൽ കാണരുത്. അതല്ല, ഈ മന്ത്രം ജപിച്ചാൽ എനിക്ക് ഫലം കിട്ടുമോ, എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറുമോ, ഇന്ന് ഞാൻ ഒരാൾക്ക് പൈസ കൊടുക്കാനുണ്ട്, അത് നടക്കുമോ, ഒരു ചിന്തയും പാടില്ല. മന്ത്രം ചൊല്ലുമ്പോൾ ആ ഒരു വരി മാത്രം മനസ്സിൽ കാണുക. ഓം ഐം ശ്രീം ഹ്രീം ക്ലീം നമ. നിങ്ങളുടെ വേറെ ഒരു കാര്യവും, പിന്നെ എനിക്ക് അവർക്ക് പൈസ കൊടുക്കാനുണ്ടായിരിക്കും, പല കാര്യങ്ങൾ ബാങ്ക് ലോൺ അടയ്ക്കാൻ ഉണ്ടായിരിക്കും, അതെല്ലാം വിട്ടേക്കുക. ആ നിമിഷം ആ ഒരൊറ്റ വരി മാത്രം മനസ്സിൽ ചിന്തിക്കുക. തീർന്നില്ല, പ്രധാന രഹസ്യത്തിലേക്ക് വരുന്നതേ ഉള്ളൂ. എൻ്റെ വീഡിയോ അവസാനം വരെ കാണണം. അറ്റവും മൂലം കണ്ടിട്ട് പോയി ചെയ്യരുത് കേട്ടോ. അത് അവസാനം വരെ കണ്ടാലേ പ്രയോജനം കിട്ടും, ഉറപ്പാണ്, ഒരു സംശയമില്ല. ശരിയായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ. ആ ഒരു വരി തന്നെ ആ സമയം ചിന്തിക്കുക, മറ്റു ചിന്തകൾ പാടില്ല. അത് നിങ്ങൾ കണ്ണടച്ചുകൊണ്ട് മനസ്സിൽ ജപിക്കണം. വാഗുകൊണ്ട് ജപിക്കുന്നത് കൂടാതെ വാഗുകൊണ്ട് ജപിക്കാം, അത് കഴിഞ്ഞ് കണ്ണടച്ചുകൊണ്ട് മനസ്സിൽ ജപിക്കുക. ആ വരി മാത്രം മനസ്സിൽ കാണുക. ഓം ഐം ശ്രീം ഹ്രീം ക്ലീം നമ. ആ വരി മാത്രം ഇങ്ങനെ എഴുതി മനസ്സിൽ കണ്ട് അത് തന്നെ ആവർത്തിക്കുക. അത് നിങ്ങളൊരു അല്പനേരം ജപിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും സമയം ജപിക്കുക. 1 മിനിറ്റോ 1/2 മിനിറ്റോ വളരെ കുറച്ച് സമയം ജപിച്ചാൽ മതി, ഒരുപാട് സമയമൊന്നും ജപിക്കണ്ട. അത് ഒരു പെട്ടെന്ന് വശപ്പെടാനുള്ള വിദ്യ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഈ മന്ത്രം ജപിക്കുന്നതിന് മുമ്പ് നിങ്ങൾ കൈ ഒന്ന് നനച്ചേക്കണം. പറഞ്ഞ് മനസ്സിലായോ? അല്പം, ഒരുപാട് വെള്ളം എടുത്ത് നനയ്ക്കരുത്. ഒരു പൊടി, ഒരു നുള്ള്, ഒരല്പ ജലം എടുത്ത് കൈ ഇങ്ങനെ തിരുമിയേക്കണം. ഉള്ളം കൈയിൽ വെള്ളത്തിൻ്റെ നനവ് വരുമ്പം നമ്മുടെ ആ ഒരു ശരീരത്തിൽ മൊത്തം അതിൻ്റെ ഒരു ഉണർവ് കിട്ടും. അതാണ് അതിൻ്റെ രഹസ്യം. എന്നിട്ട് വേണം ഇങ്ങനെ ജപിക്കാൻ. നമ്മൾ വാഗുകൊണ്ട് ജപിക്കണം. അത് ഒരു 3 തവണയോ വല്ലതും ജപിച്ചാൽ മതി. അത് കഴിഞ്ഞ് മനസ്സിൽ ഈ പറഞ്ഞ രീതിയിൽ കണ്ണടച്ച് ആ ഒരു വരി മാത്രം മനസ്സിൽ കണ്ടുകൊണ്ട് ജപിക്കുക. ജപിച്ച് കഴിഞ്ഞ് ഇനിയാണ് അതിൻ്റെ രഹസ്യ വിദ്യ വരുന്നത്. ജപിച്ച് കഴിഞ്ഞ് നിങ്ങൾ കണ്ണടച്ച് ഒന്നും പിന്നെ ജപിക്കേണ്ട. ഒരു അല്പനേരം ജപിച്ച് കഴിഞ്ഞാൽ മനസ്സിൽ ഒരു ശൂന്യത ഉണ്ടാകുന്നതായിട്ടും നിങ്ങളുടെ മനസ്സിൽ ആ ശൂന്യതയെ ധ്യാനിച്ചിരിക്കുക. ആ ശൂന്യത മഹാലക്ഷ്മിയാണെന്ന് സങ്കല്പിക്കുക. ആ ഒരു വരി മന്ത്രമല്ല, നമ്മൾ ആ ഒരു വരി മന്ത്രം ജപിച്ചു, അത് കഴിഞ്ഞ് മനസ്സിൽ ജപിച്ചു, അത് കഴിഞ്ഞ് പിന്നെ ചെയ്യേണ്ട കാര്യമാണ് പറഞ്ഞ് കണ്ണടച്ച് മനസ്സിലൊരു ശൂന്യതയെ ധ്യാനിക്കുക. എന്നിട്ട് ആ ശൂന്യത മഹാലക്ഷ്മിയാണെന്ന് സങ്കല്പിക്കുക. അങ്ങനെ അല്പനേരം ഇരിക്കുക, മതി. അപ്പോൾ ഒരു ചിന്തയും പാടില്ല, ഒരു കാര്യവും, നമ്മുടെ എല്ലാ ചിന്തകളും അങ്ങ് വിട്ടേക്കുക. നമ്മൾ ഈ മന്ത്രം ചൊല്ലിക്കഴിഞ്ഞ് ചിന്തിച്ചാൽ മതി. എന്ത് കാര്യം ഉണ്ടെങ്കിലും, എന്ത് അത്യാവശ്യം ഉണ്ടെങ്കിലും, എന്തെല്ലാം പ്രതിസന്ധി ഉണ്ടെങ്കിലും ആ മന്ത്രം ഇങ്ങനെ ചെല്ലുന്ന ആ ഒരു അല്പസമയത്തേക്ക് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും മനഃപൂർവ്വം മറക്കുക. അപ്പോൾ നമ്മൾ മനസ്സിൽ ആ ഒരു വരി ചൊല്ലിക്കഴിഞ്ഞ് 1/2 മിനിറ്റോ 1 മിനിറ്റോ ചൊല്ലിക്കഴിഞ്ഞ് പിന്നെ ഒന്നും ചൊല്ലണ്ട, കണ്ണടച്ചുകൊണ്ട് മനസ്സിൽ ഒരു ശൂന്യതയെ ധ്യാനിക്കുക. വെറും ശൂന്യത. ആ ശൂന്യത മഹാലക്ഷ്മിയാണെന്ന് സങ്കല്പിച്ച് ഉറപ്പിച്ച് ധ്യാനിക്കുക. അവിടെ മന്ത്രം വേണ്ട, രൂപം വേണ്ട. ശ്രദ്ധിച്ച് കേട്ടോണം, രൂപം വേണ്ട മഹാലക്ഷ്മിയുടെ. ആ ശൂന്യത മഹാലക്ഷ്മിയാണെന്ന് മനസ്സിൽ ഉറപ്പിച്ച് നിങ്ങൾ വെറുതെ കണ്ണടച്ച് ധ്യാനിച്ചിരിക്കുക അല്പനേരം. അപ്പോൾ അവിടെ ജപം വേണ്ട, രൂപം വേണ്ട, ഒന്നും വേണ്ട. ആ ശൂന്യത, മനസ്സിലൊരു ശൂന്യത സങ്കല്പിച്ച് ആ ശൂന്യത മഹാലക്ഷ്മിയാണെന്ന് ഉറപ്പിച്ച് വെറുതെ ധ്യാനിച്ചിരിക്കുക. ഇതാണ് രഹസ്യവിദ്യ. ഇങ്ങനെ കൃത്യമായിട്ട് നിങ്ങളുടെ ആത്മാർത്ഥമായിട്ട് ചെയ്തു പോന്നാൽ ആ ദേവതയുടെ സർവ്വ അനുഗ്രഹങ്ങളും ആ വ്യക്തിയിലേക്ക് വരും. നിങ്ങളൊന്നും ആവശ്യപ്പെടണ്ട. എനിക്ക് ലോൺ അടയ്ക്കണം, അല്ലെങ്കിൽ എനിക്ക് പ്രൊമോഷൻ വേണം, അല്ലെങ്കിൽ എനിക്ക് പണം വേണം. ഓട്ടോമാറ്റിക്കായിട്ട് ആ മഹാലക്ഷ്മിയുടെ സർവ്വ അനുഗ്രഹങ്ങളും ആ വ്യക്തിയിലേക്ക് വരും. ഇത് നിത്യേന രാവിലെയും വൈകിട്ടും ചെയ്തു പോകണം. പിന്നെ ഫ്രീ ആയിട്ട് എപ്പോൾ ഇരുന്നാലും അപ്പോൾ വേണമെങ്കിലും ചെയ്യാം. കൈ ആദ്യം ഒന്ന് നനച്ചിട്ട്, ചെറുതായിട്ടൊരു അല്പം വെള്ളത്തിൽ ഇങ്ങനെ നനച്ചിട്ട് വേണം, വേറെ ഒന്നും ചെയ്യണ്ട. പിന്നെ കൈ ഒന്ന് നനയ്ക്കുക,
പിന്നെ ആദ്യം ഒരു വാ കൊണ്ടൊരു 3 തവണ ഈ മന്ത്രം ജപിക്കുക. പിന്നെ കണ്ണടച്ച് മനസ്സിൽ മന്ത്രം വേണ്ട, ശൂന്യത ധ്യാനിച്ച ആ ശൂന്യത മഹാലക്ഷ്മിയാണെന്ന് ഉറപ്പിച്ചു വെറുതെ ധ്യാനിച്ചിരിക്കുക അല്പനേരം മതി. ഇതിൻ്റെ രഹസ്യം പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞില്ല, ഇത് നിങ്ങൾക്ക് ആരും പറഞ്ഞു തരത്തില്ല. ഏതും മന്ത്രം വേണമെങ്കിലും ഇങ്ങനെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം. പക്ഷേ സമ്പത്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സമ്പത്തിന് വേണ്ടിയുള്ള മന്ത്രം ചൊല്ലണം, ഈ രീതിയിൽ പ്രയോജനപ്പെടുത്തണം. അതിനുള്ള ഒരു മന്ത്രമാണ് ഞാനിപ്പം പറഞ്ഞത്. ഓം ഐം ശ്രീം ഹ്രീം ക്ലീം നമ എന്നുള്ളൊരു മന്ത്രം. അപ്പം ഇവിടെ ക്ലീം എന്നുള്ള അല്പം നീട്ടിക്കോണം. മനസ്സിൽ ജപിക്കുമ്പോഴും അല്പം നീട്ടി ക്ലീം എന്ന് ജപിച്ചോണം. അതതിൻ്റെ ഒരു രഹസ്യമാണ് കേട്ടോ. അപ്പം ഇതിങ്ങനെ ചെയ്യുക. ഇതിൻ്റെ രഹസ്യം പറഞ്ഞുതരാം. നമ്മൾ മന്ത്രബോധം എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. മന്ത്രബോധം. അപ്പോൾ നമ്മൾ ആ ദേവതയുടെ മന്ത്രം ജപിച്ചു കഴിഞ്ഞ് നമ്മുടെ ഉള്ളിൽ ഒരു ശൂന്യതയെ ധ്യാനിച്ച്, ആ ശൂന്യത എന്ന് പറഞ്ഞാൽ അതൊരു ഊർജ്ജമാണ്. ആ ശൂന്യത ആ ദേവതയാകുന്ന ഊർജ്ജമാണെന്ന് നമ്മൾ സങ്കല്പിച്ച് നമ്മൾ ആ ഊർജ്ജത്തെയാണ് ധ്യാനിക്കുന്നത്, രൂപത്തെയല്ല, ഊർജ്ജത്തെ, സൂക്ഷ്മ രൂപത്തെയാണ് ധ്യാനിക്കുന്നത്. അതിനപ്പുറത്തൊരു വിദ്യയില്ല. അപ്പോൾ ആ ദേവത എവിടെ ഇരുന്നാലും ആ ദേവതയുടെ ആ ഒരു അനുഗ്രഹം ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളിലേക്ക് ട്രാൻസ്ഫർ ആകും, നിങ്ങളുടെ ബോധതലത്തിലേക്ക് വരും. അങ്ങനെ എനർജി എപ്പോഴും എനർജി തലത്തിലല്ല, എപ്പോഴും എനർജികൾ തമ്മിൽ ഒരു പെട്ടെന്ന് അത് ആ സമന്വയം ഉണ്ടാകും. എല്ലാം എനർജി തലത്തിൽ, സൂക്ഷ്മതലത്തിൽ പെട്ടെന്ന് അത് വർക്കൗട്ടാകും. അതാണ് അതിൻ്റെ രഹസ്യം. ഇതുപോലെ തന്നെ പല വിദ്യകളും ചെയ്യുന്ന പെട്ടെന്ന് വശമാകും. അല്ല നിങ്ങൾ വിചാരിക്കുന്ന പോലെ വലിയ പരിപാടികളൊന്നും അല്ല ഇതിൻ്റെ അകത്ത് കിടക്കുന്നത്. അങ്ങനെ ചെയ്യുന്നവരുണ്ടായിരിക്കും, അതൊന്നും ശരി തന്നെയാണ്. ഞാൻ പറഞ്ഞത് കൃത്യമായിട്ട് നിങ്ങൾക്ക് എളുപ്പത്തിൽ ശരിയായ രീതിയിലുള്ളൊരു സത്യവിദ്യയാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഊർജ്ജ രൂപത്തിൽ ഒരു ദേവതയെ ധ്യാനിച്ചാൽ അതിനപ്പുറത്തൊരു ധ്യാനമില്ല, അതിനപ്പുറത്തൊരു അനുഭവമില്ല. അവിടെ സംഭവിക്കുന്ന ഒരു കാര്യം, നിങ്ങൾ ആ ഊർജ്ജമാണ് മഹാലക്ഷ്മി എന്ന് സങ്കല്പിക്കുമ്പോൾ നിങ്ങളുടെ ബോധവും ആ ഊർജവും, മഹാലക്ഷ്മി എന്ന് നിങ്ങൾ ചിന്തിക്കുന്ന ആ ഊർജവും ഒന്നായിത്തീരുകയാണ്. അവിടെ ഞാനില്ല, എൻ്റേതില്ല. ഞാൻ മന്ത്രം ജപിക്കുമ്പോൾ ഞാനും ഉണ്ട്, മന്ത്രവുമുണ്ട്. 2 കാര്യങ്ങളുണ്ട്, ദ്വൈതമാണ്. ഞാൻ ചിന്തിക്കുമ്പോൾ ഞാനുണ്ട്, ചിന്തിക്കുന്ന കാര്യമുണ്ട്. അവിടെ 2 കാര്യങ്ങളുണ്ട്, ദ്വൈതമാണ്. പക്ഷെ ആ ഊർജത്തെ ധ്യാനിച്ചു കഴിയുമ്പോൾ ഞാനില്ല, ആ ഊർജം മാത്രമേ ഉള്ളൂ. അവിടെ അദ്വൈതമാണ്. അവിടെ പരാശക്തി പ്രവർത്തിക്കുകയാണ്, ആ പരബ്രഹ്മം പ്രവർത്തിക്കുകയാണ്. ഞാനെന്നുള്ള ഭാവം ഇല്ലാതാകുകയാണ് ഓട്ടോമാറ്റിക്കായിട്ട്. പരമമായ വിദ്യയായി പറഞ്ഞായിരുന്നു. ഏത് മന്ത്രവും ഇങ്ങനെ ചെയ്യാം. സമ്പത്തിന് വേണ്ടിയുള്ള മന്ത്രം ചെയ്താൽ സാമ്പത്തികം വരും, പെട്ടെന്ന് സാമ്പത്തികം വരും. പറയും ഇത് ചെയ്യുന്ന നിമിഷം മറ്റു ചിന്തകളൊന്നും പാടില്ല. പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ? എത്ര പ്രതിസന്ധിയിലാണേലും ഇത് ചെയ്യുന്ന കാര്യം ഭംഗിയായിട്ട് ചെയ്യണം. ആ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ച് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ആ ഉള്ളിലുള്ള ഊർജ്ജത്തെ ധ്യാനിക്കുമ്പോൾ നിങ്ങളില്ലാതാകുന്നു. നിങ്ങളിലെ 2 എന്നുള്ള ഭാവം ഇല്ലാതാകുന്നു. നിങ്ങളില്ല, നിങ്ങളുടെ ചിന്തയില്ല. നിങ്ങളില്ല, ഞാൻ ചിന്തിക്കുന്നു, ഞാൻ മന്ത്രം ചൊല്ലുന്നു. അപ്പോൾ അവിടെ ഞാനും മന്ത്രവുമുണ്ട്, ഞാനും ചിന്തയുമുണ്ട്. ദ്വൈതമില്ലാതായി അദ്വൈതത്തിലേക്ക് വരികയാണ്. അതാണ് ശരിയായിട്ടുള്ള ഈശ്വരവിദ്യ. ഞാൻ എന്ന് ചിന്തിക്കുമ്പോൾ തോറും എനിക്ക് പരിമിതിയുണ്ട്, എനിക്ക് അസൂയയുണ്ട്, എനിക്ക് അഹങ്കാരമുണ്ട്, എനിക്ക് അഭിമാനമുണ്ട്, എനിക്ക് കുറവുകളുണ്ട്, എനിക്ക് ഗുണങ്ങളുണ്ട്, എനിക്ക് പരിമിതിയുണ്ട്. ഞാനെന്ന് ചിന്തിക്കുമ്പോൾ എല്ലാം ഈ പരിമിതിക്കുള്ളിലാണ് എല്ലാം സംഭവിക്കുന്നത്. ആ അൾട്ടിമേറ്റായിട്ടുള്ള ആ ഈശ്വര ചൈതന്യമായി ശരിയായി കണക്റ്റ് ആകണമെന്നില്ല. ഞാനെന്നുള്ള ചിന്തയില്ലാതെ ആ ഊർജ്ജമായിട്ട് ധ്യാനിക്കുമ്പോഴാണ് ആ ദേവതയുടെ മുഴുവൻ അനുഗ്രഹവും നിങ്ങളിലേക്ക് വരും. മാത്രമല്ല ആ ദേവതയുടെ ഗുണങ്ങൾ വരും. ആ ദേവതയുടെ ഗുണങ്ങളെന്ന് പറഞ്ഞാൽ എന്താ? സമ്പത്ത്, ഐശ്വര്യം, നന്മ, എല്ലാ ഗുണങ്ങളും നിങ്ങളിലേക്ക് വരും. അവിടെ ഒന്നും പറയണ്ട. രഹസ്യവിദ്യ പറഞ്ഞ ഇവിടെ ഒന്നും ആവശ്യപ്പെടേണ്ട. ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ജീവിതം മാറി തുടങ്ങും. ഇത് ദിവസവും ചെയ്യണം, വിശ്വസിച്ച് ചെയ്യണം, ശരിയായിട്ട് ചെയ്യണം. ആ ഒരു സമയം അത് മാത്രം ചെയ്യുക, മറ്റു ചിന്തകൾ പാടില്ല. ഏതൊരാളുടെ ജീവിതവും മാറ്റിയെടുക്കുന്ന ഒരു വിദ്യയാണിത്. ആർക്കും ചെയ്യാം. നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ മാത്രമേ അറിയുന്നുള്ളൂ. ആർക്കും ചെയ്യാം. ശരിയായിട്ട് ചെയ്യുന്നവർക്കൊക്കെ ജീവിതത്തിൽ മാറ്റം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് രഹസ്യവിദ്യ. ഇനി ഞാൻ പറയാൻ പോകുന്ന ഒരു കാര്യം, നമ്മൾ എപ്പോഴും ജീവിതത്തിൽ
നമ്മൾ പഠിച്ചു വച്ചിരിക്കുന്ന പല കാര്യങ്ങളും ശരിയാണോ എന്ന് നിങ്ങൾ ചിന്തിക്കുക. നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ചു വച്ചിരിക്കുന്നത് എന്താണ്? നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം ജീവിതത്തിൽ നേടുക, അല്ലേ? നല്ല ജോലി, നല്ല കുടുംബം, നല്ല സമ്പത്ത് എല്ലാം ജീവിതത്തിൽ നേടുക, നല്ല വാഹനം, ഭൂമി, ആഗ്രഹിക്കുന്നതൊക്കെ നേടാൻ വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത്, ശരിയല്ലേ? നമ്മൾ കഷ്ടപ്പെടുന്നത്, ജോലി ചെയ്യുന്നത് എല്ലാം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടാനാണ്. നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതത്തിലേക്ക് വേണ്ട കാര്യങ്ങളാണ്. പക്ഷേ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക, അതൊക്കെ നല്ലത് തന്നെ, സംശയമൊന്നുമാണ്. പക്ഷേ നിങ്ങൾ അതിൻ്റെ മറ്റൊരു ഭാഗം ചിന്തിച്ച് നോക്കുക, അത് മാത്രം മതിയോ? ആഗ്രഹിക്കുന്നതൊക്കെ നേടുക തന്നെ വേണം. വീട്, ഭൂമി, കുടുംബം എല്ലാം വേണം, വേണ്ടെന്നല്ല പറഞ്ഞത്. അത് മാത്രം മതിയോ? അതായത് നിങ്ങളിപ്പം വീടുണ്ടാകുന്നു, നമ്മൾ ആഗ്രഹിക്കുന്നത് ഒരു കാര്യം നേടുമ്പോൾ നമുക്ക് അതുകൊണ്ടൊരു സന്തോഷമുണ്ടാവുമെങ്കിൽ വീടുണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും സന്തോഷവാനായിരിക്കും. ഞാൻ വീടെല്ലാം വെക്കുന്നവരൊന്നും സന്തോഷവാന്മാരായിട്ട് അധികം കണ്ടിട്ടില്ല. അവർ പിന്നെയും പ്രശ്നങ്ങളുണ്ടെങ്കിൽ പ്രശ്നങ്ങളുമായിട്ട് നടക്കുന്നത്. കല്യാണം കഴിഞ്ഞാൽ ഏറ്റവും സന്തോഷവാനായിരിക്കും. കല്യാണം വേണം, വേണ്ടെന്നല്ല പറയും. പക്ഷെ അത് നേടിക്കഴിഞ്ഞാലും പിന്നെയും ഏറ്റവും സന്തോഷവാനായിട്ട് ഞാൻ കണ്ടിട്ടില്ല. പിന്നെയും പ്രശ്നങ്ങളാണ് ജീവിതം. ചിലർ വണ്ടി അധികം ആഗ്രഹിക്കുന്നു. വണ്ടി മേടിച്ചു കഴിഞ്ഞാൽ അവർ പിന്നെയും പ്രശ്നങ്ങളായിട്ടാണ്, സന്തോഷങ്ങളായിട്ട് ഞാൻ കണ്ടിട്ടില്ല പലരെയും. വലിയ സ്ഥാനമാനങ്ങൾ അതൊക്കെ കിട്ടിയാൽ അവർക്ക് പിന്നെയും പ്രശ്നങ്ങളാണ്. അത് പോകുമോ, അതെന്നും നിലനിൽക്കുമോ, ഇങ്ങനെ എന്നും പ്രശ്നങ്ങളാണ്. നമ്മൾ ശരിയായിട്ടുള്ളൊരു കാര്യമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അത് കിട്ടിക്കഴിയുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം, ആ സന്തോഷം ഉണ്ടാകും, അത് നിലനിൽക്കും. പക്ഷെ ഇവിടെ ആർക്കും സന്തോഷം നിലനിൽക്കുന്നില്ല. അതെന്തുകൊണ്ടാണ് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മളിതൊക്കെ വേണ്ടെന്നല്ല പറഞ്ഞത്. അതിൻ്റെ കൂടെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ശരിയായ നിലനിൽക്കുന്ന സന്തോഷം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിലെ ആ സമാധാനം, നിങ്ങളുടെ ഉള്ളിലെ ആ ഈശ്വരീയത, നിങ്ങളുടെ ഉള്ളിലെ ഈശ്വരബോധം, ആ ഒരു സന്തോഷത്തെ നേടിക്കഴിഞ്ഞാൽ ഇതൊക്കെ നേടുന്നതോടൊപ്പം അതുകൂടി നിങ്ങൾ നേടാൻ ശ്രമിച്ചാൽ നിങ്ങളുടെ ഉള്ളിലെ സന്തോഷം എന്നും നിലനിൽക്കും. കാരണം അത് ആഗ്രഹിക്കുന്നത്, അതാണ് ശരിക്കും നിങ്ങൾക്ക് വേണ്ടത്, സത്യമായിട്ടുള്ള കാര്യം. അതുകൊണ്ട് അത് നേടിയാൽ അതെന്നും നിലനിൽക്കും, നിങ്ങളുടെ ഉള്ളിലെ ആ ഈശ്വരീയത. അത് നിങ്ങൾക്ക് തന്നെ നിങ്ങൾ ചെയ്ത് നോക്കൂ. നിങ്ങളുടെ ഉള്ളിലെ ആ ഈശ്വരീയത നിങ്ങൾ അറിഞ്ഞു തുടങ്ങിയാൽ നിങ്ങൾ എപ്പോഴും സന്തോഷവാനാണ്. അല്ലാതെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതത്തിൽ എന്ത് നേടിയാലും നിങ്ങൾ സന്തോഷവാനല്ല. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേണ്ടതല്ല നിങ്ങൾ പലതും നേടിയിരിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടതല്ലെന്ന് പറഞ്ഞാൽ നിങ്ങളതൊന്നും നേടരുതെന്നല്ല പറഞ്ഞത്. നിങ്ങൾക്ക് ജീവിതത്തിൽ അതൊക്കെ ആവശ്യമാണ്. പക്ഷേ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ജീവിതത്തിൽ നേടേണ്ട ഒരു കാര്യം നിങ്ങൾ നേടിയിട്ടില്ല. അത് നിങ്ങളുടെ ഉള്ളിലെ ആ ഈശ്വരീയതയാണ്. ആ ഈശ്വരീയത അറിയുമ്പോഴാണ് നിങ്ങൾ നിങ്ങളെ അറിയുന്നത്, നിങ്ങളുടെ ഉള്ളിൽ സന്തോഷം ഉണ്ടാകുന്നത്. ആ സന്തോഷത്തെ വേറെ ആൾ വിചാരിച്ചാൽ ഇല്ലാതാക്കാൻ പറ്റത്തില്ല. ആ സന്തോഷത്തെ ആര് വിചാരിച്ചാലും ഇല്ലാതാക്കാൻ പറ്റത്തില്ല. ആ സന്തോഷം എന്നും നിലനിൽക്കുന്നതാണ്. അതാണ് നിങ്ങളുടെ ഉള്ളിലെ ഈശ്വരീയത. അതിനെ അറിയാനുള്ള നല്ല വിദ്യകളാണ് ഞാൻ പറയുന്നത്. അപ്പം നിങ്ങൾ ജീവിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നതൊക്കെ നേടിക്കുമോ, നല്ലത് തന്നെ. അതോടൊപ്പം നിങ്ങളുടെ ഉള്ളിലെ ഈശ്വരീയതയെ കൂടി അറിയാൻ ശ്രമിക്കണം. അപ്പോഴാണ് ജീവിതം കൊണ്ടൊരർത്ഥമുണ്ടാകുന്നത്, ജീവിതത്തിനൊരു ലക്ഷ്യമുണ്ടാകുന്നത്. അപ്പം ഉള്ളിലുള്ള ശരിക്കും മാറ്റം എവിടെ നിന്നാണ് തുടങ്ങേണ്ടത്? നിങ്ങൾക്കൊരു മാറ്റം ഉണ്ടാകണമെങ്കിൽ അത് എവിടെ നിന്ന് തുടങ്ങണം? നിങ്ങളുടെ ഉള്ളിൽ നിന്നാണ് തുടങ്ങേണ്ടത്. അപ്പോഴത് ആ ഉള്ളിൽ തുടങ്ങുന്ന മാറ്റമാണ് നിങ്ങളെ മാറ്റുന്നത്. അല്ലാതെ നിങ്ങളെ വെളിയിൽ നിന്ന് എന്ത് മാറ്റങ്ങൾ വന്നാലും നിങ്ങളുടെ ഉള്ളിൽ നിന്നൊരു മാറ്റം ഉണ്ടാകുന്നില്ലെങ്കിൽ നിങ്ങളിൽ അത് വലിയ പരിവർത്തനം സൃഷ്ടിക്കത്തില്ല. എനിക്ക് വലിയ സമ്പന്നനായ ഒരു വ്യക്തിയെ അറിയാമായിരുന്നു. പക്ഷേ അദ്ദേഹം പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് പലരോടും 10 രൂപ 5 രൂപയൊക്കെ കടം മേടിക്കുന്നത്. അപ്പം അദ്ദേഹം മനസ്സുകൊണ്ട് എഴുതിരുന്ന മനസ്സിൽ സന്തോഷമില്ല, ഇഷ്ടംപോലെ ഭൂമിയും സ്വത്തുക്കളും ഒക്കെ ഉണ്ട്. പക്ഷെ അദ്ദേഹം പലരോടും ചെറിയ ഒരു 10 രൂപ 5 രൂപ വരെ കടം മേടിക്കുക. മറ്റൊന്നും കൊണ്ടല്ല, അക്കൗണ്ടിലൊക്കെ പൈസ കിടപ്പുണ്ട്, അതവിടെ കിടക്കട്ടെ. ഈ മനസ്സുകൊണ്ട് കരുതിരുന്ന മനസ്സിൽ സന്തോഷമില്ല, എന്തുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അത് അക്കൗണ്ടിൽ കിടക്കും, അല്ല മക്കളെടുത്ത് അടിച്ച് പൊളിച്ച് തീർക്കും. ഇയാൾക്ക് അനുഭവമില്ല, ഇയാളെപ്പോഴും ദുഃഖിതനാണ്. മനസ്സിൽ സന്തോഷം വേണം. നിങ്ങളുടെ ഉള്ളിൽ സന്തോഷം ഉണ്ടാകുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സ് തുറന്ന് സംസാരിക്കാൻ പറ്റുന്നത്, മനസ്സ് തുറന്ന് ചിരിക്കാൻ പറ്റുന്നത്, നിങ്ങൾക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റുന്നത്. ആ സന്തോഷത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ ഉള്ളിലെ ഈശ്വരീയതയെക്കുറിച്ച്. അപ്പം അതിനെ അറിയാൻ ശ്രമിക്കണം. അതുകൂടി അറിയുമ്പോഴാണ്, അതിനുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞു തരുന്നതല്ല, നിങ്ങളെ അറിയാനാണ്. അത് വേറെ ആരും, നിങ്ങൾ തന്നെ വിചാരിക്കണം, വേറെ ആരും വിചാരിച്ചിട്ട് കാര്യമില്ല. അപ്പം അതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു തരുന്നത്. പിന്നെ പലപ്പോഴും ഞാൻ പലയിടത്തും പറഞ്ഞ്
പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ചില വീഡിയോകളിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട് സമാധിയെക്കുറിച്ച്. ഞാൻ പറയുന്ന സത്യസന്ധമായിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. സമാധി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? നമ്മുടെ ഉള്ളിലെ ബോധത്തെ ലയിച്ച് ഞാനെന്നുള്ള ബോധം ഇല്ലാതായിരിക്കുന്ന അവസ്ഥ. ആ അവസ്ഥയിൽ ഞാനില്ല എൻ്റെ അറിവില്ല. അപ്പം ഞാനില്ല എൻ്റെ അനുഭവമില്ല. അതായത് ഞാനില്ല എൻ്റെ അറിവില്ല, ഞാനും എൻ്റെ അറിവുമില്ല, ഞാനും എൻ്റെ അനുഭവമില്ല. പിന്നെ എങ്ങനെയാണ് ഞാൻ അനുഭവത്തെക്കുറിച്ച് പറയുന്നത്? ശരിക്കും സമാധിയായവർ അങ്ങനെ പറയാറുണ്ടോ? അപ്പോൾ ഈ പറയുന്നതൊക്കെ അതിന് മുമ്പുള്ള ചില അറിവുകൾ മാത്രമല്ലേ? നിങ്ങൾ ചിന്തിച്ചു നോക്കുക. സമാധിയായ ഒരു വ്യക്തി ഒരിക്കലും അതിനെക്കുറിച്ച് പ്രസംഗിക്കത്തില്ല. കാരണം അവിടെ ഞാനും എൻ്റെ അറിവുമില്ല, ഞാനും എൻ്റെ അനുഭവമില്ല, ദ്വൈതമില്ല, അദ്വൈതമാണ്. അവിടെ ആ ചൈതന്യം മാത്രമേ ഉള്ളൂ. അവിടെ ഞാനുള്ളപ്പോഴാണ് ഞാനും എൻ്റെ അറിവും, ഞാനാണ് എൻ്റെ അറിവിനെക്കുറിച്ച് പറയുന്നത്. അവിടെ രണ്ട് കാര്യങ്ങൾ അവിടെ ഉണ്ട്. ഞാനുണ്ട് അവിടെ. ഞാനൊരു അറിവിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാനെന്ന ഭാവം അവിടെ ഇല്ലാതെ എൻ്റെ അറിവിനെക്കുറിച്ച് പറയാൻ പറ്റത്തില്ല. ഈ സമാധി അവസ്ഥയെ ഞാനും എൻ്റേതും ആ ചിന്തകളില്ലാതായി ആ ഒരു ചൈതന്യത്തിൽ ലയിച്ചിരിക്കുകയാണ്. അപ്പോഴെങ്ങനെയാണ് എനിക്ക് എൻ്റെ അനുഭവം പറയാൻ പറ്റുന്നത്? ഞാൻ എൻ്റെ അനുഭവം പറയുന്നുണ്ടെങ്കിൽ ഞാൻ ആ അവസ്ഥയിലല്ലാന്ന് എൻ്റെ അർത്ഥം. അത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റത്തില്ല. സമാധിയുടെ കാര്യം പറയുന്നത്, ശരിയായ സമാധിയുടെ കാര്യം പറയുന്നത്. എത്രയോ ഋഷീശ്വരന്മാർ സമാധിയായിട്ടുള്ളത് അവരൊന്നും ഒരിക്കലും പ്രസംഗിച്ചിട്ടില്ല, സമാധിയെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആരെങ്കിലും പറയുന്നത് നല്ല കാര്യങ്ങളെല്ലാം സ്വീകരിക്കുക. പക്ഷേ നിങ്ങൾ പൂർണ്ണമായിട്ടും അതിലോട്ട് നിങ്ങളോട് ചിന്തിച്ചിട്ട് അതിലേക്ക് പോകാവുള്ളൂ. നമ്മളെ ഏറ്റവും കൂടുതൽ മനുഷ്യനെ ഈ ആപത്തിൽ ചെന്ന് ചാടുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ഒരാൾ നമ്മളോട് ബലാത്കാരമായിട്ട് ഏറ്റുമുട്ടുന്നതിനെക്കാട്ടി നമുക്ക് ആപത്തുണ്ടാകുന്നത് നമ്മൾ ഒരാളെ പൂർണ്ണമായിട്ട് വിശ്വസിച്ച്, നമ്മുടെ ബുദ്ധിയെ വിശ്വസിക്കാതെ വേറൊരാളുടെ ബുദ്ധിയെ വിശ്വസിച്ച് അവരുടെ പുറകെ പോയാലാണ് ഈ ആപത്തുകളിൽ പെടുന്നവരേറെ പങ്കും. അല്ലാതെ ബലമായിട്ട് പിടിച്ചോണ്ട് പോകുന്നതൊന്നുമല്ല. സ്വന്തം ബുദ്ധിയെ വിശ്വസിക്കാതെ മറ്റൊരാൾ പറയുന്നതിന് അമിതമായിട്ട് വിശ്വസിച്ച് ആ വിശ്വാസത്തിൻ്റെ പേരിൽ പോകുന്നവരാണ് ഈ ആപത്തുകളിൽ ചാടുന്നവരെല്ലാം. അതുകൊണ്ട് എപ്പോഴും സ്വന്തം ബുദ്ധിയെ വിശ്വസിക്കുക. ഒരു കാര്യം ആര് പറഞ്ഞാലും ശരിയാണോ എന്ന് സ്വന്തം യുക്തിക്ക് ചിന്തിക്കുക, എന്നിട്ട് അതിനെ ഫോളോ ചെയ്യുക. ഇപ്പം ആത്മീയ കാര്യങ്ങളാണെന്ന് പറഞ്ഞാൽ ശരിയായ ആത്മീയ കാര്യങ്ങൾ അറിഞ്ഞാൽ ആത്മീയ ഉന്നതി ഉണ്ടാകും. അത് ശരിയായിട്ടല്ല അറിയുന്നതെങ്കിൽ നിങ്ങൾ എന്നും അത് അന്വേഷിച്ച് നടന്നുകൊണ്ടിരിക്കും. നിങ്ങൾ ഒരിക്കലും എങ്ങും എത്തത്തില്ല. എന്ന് മാത്രമല്ല, നിങ്ങളുടെ മറ്റു പ്രധാന പല കാര്യങ്ങളും ചെയ്യേണ്ട സമയം വേസ്റ്റാകും, നിങ്ങളുടെ ജീവിതം വേസ്റ്റാകും. ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ ഏറ്റവും വിലപ്പെട്ട ഒരു അവസരമാണ് ഈശ്വരൻ തന്നിരിക്കുന്നത്. അത് വെറുതെ കളയാനുള്ളതല്ല. വെറുതെ കളഞ്ഞാൽ അതിൻ്റെ അനുഭവിക്കേണ്ടിയും വരും. അതുകൊണ്ട് നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന, നിങ്ങൾക്ക് അനുഭവമുള്ള നല്ല കാര്യങ്ങളെ ഫോളോ ചെയ്യുക. അത് എൻ്റെ നല്ല ആരുടെ ആണെങ്കിലും. ഒരുപാട് ആളുകൾ നല്ല കാര്യങ്ങൾ പറയുന്നുണ്ട്. അല്ലാതെ യുക്തിക്ക് ശരിയെന്ന് തോന്നാത്ത കാര്യങ്ങളെ എടുത്ത് കളയുക. അതാര് പറഞ്ഞാൽ നിങ്ങളുടെ അനുഭവം, നിങ്ങളുടെ യുക്തിക്ക് ശരിയെന്ന് തോന്നുന്നത് നിങ്ങളെടുത്ത് കളയുക. നിങ്ങളുടെ അനുഭവത്തിൽ, ശരിയായ അനുഭവത്തിൽ അടിസ്ഥാനത്തിൽ വിലയിരുത്തുക. ഇത് എല്ലാം നല്ല കാര്യങ്ങളാണ്, ഈശ്വരീയമായ കാര്യങ്ങളാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇത് പ്രയോജനം ചെയ്യട്ടെ. എൻ്റെ അനുഭവങ്ങളും സത്യസന്ധമായ അനുഭവങ്ങളും നിങ്ങൾക്കിത് കാണുന്ന, കേൾക്കുന്ന, ചെയ്യുന്ന ഒരാൾക്ക് ആ ശരിയായ അനുഭവം ഉണ്ടാകണം എന്ന ഒരു സത്യസന്ധമായ പ്രാർത്ഥനയിൽ പറയുന്ന കാര്യങ്ങളാണ്. ആവശ്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ശരിയായ രീതിയിൽ മുന്നോട്ട് പോകണം, ഈശ്വരാനുഭവം ഉണ്ടാകണം, ഈശ്വരനെ അറിയണം, നന്മ അറിയണം, ഈശ്വരബോധം ഉണ്ടാകണം എന്ന് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ശരിയായിട്ട് മനസ്സിലാക്കി ചെയ്യുക. നിങ്ങൾക്ക് അനുഭവം ഉണ്ടായാൽ അത് നല്ല രീതിയിൽ അർഹരായവർക്ക്, ആഗ്രഹിക്കുന്നവർക്ക് പറഞ്ഞു കൊടുക്കുക. അല്ലാത്തവർക്ക് പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല. അപ്പോൾ എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. നന്മയിൽ നിന്ന് എപ്പോഴും നന്മ മാത്രമേ ഉണ്ടാകുകയുള്ളൂ, തിന്മയിൽ നിന്ന് എപ്പോഴും തിന്മ മാത്രമേ ഉണ്ടാകുകയുള്ളൂ. തിന്മയിൽ നിന്ന് ഒരിക്കലും നന്മ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കരുത്. അതുപോലെ തന്നെ ശരിയായ ഒരു വഴി സഞ്ചരിച്ചാലേ ശരിയായ ലക്ഷ്യത്തിലെത്തത്തുള്ളൂ. തെറ്റായ ഒരു വഴിയിൽ എത്ര സഞ്ചരിച്ചാലും ശരിയായ ലക്ഷ്യത്തിൽ എത്തുമെന്ന് വിശ്വസിക്കരുത്, അത് അബദ്ധമാണ്. അതുകൊണ്ട് ശരിയായ കാര്യങ്ങളെ മനസ്സിലാക്കുക, ശരിയായ വഴിയിൽ സഞ്ചരിക്കുക, നന്മയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക, നന്മ ചെയ്യുക, എന്നിട്ട് നന്മ പ്രതീക്ഷിക്കുക. അപ്പം ജീവിതത്തിൽ നന്മ ഉണ്ടായി വരും, ഈശ്വരാനുഭവം ഉണ്ടായി വരും. അതിന് വേറെ മാർഗങ്ങളൊന്നുമില്ല.
ശരിയായ വഴി സഞ്ചരിക്കുക, ശരിയായ കാര്യങ്ങൾ അറിയുക, ശരിയായ കാര്യങ്ങൾ ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ അതിൻ്റെ വഴി, അല്ല വേറെ കാര്യങ്ങളൊന്നുമില്ല. ഒരുപാട് കാര്യങ്ങളുടെ പുറകെ നടന്നവരെല്ലാം ഒരിക്കലും ശരിയായ ഒരു ലക്ഷ്യത്തിൽ എത്തണമെന്നില്ല. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ അറിയുക, നിങ്ങളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക, ശരിയെന്ന് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ ചെയ്യുക. ഞാൻ കഴിഞ്ഞ വീഡിയോ രാമമന്ത്രത്തിൻ്റെ മഹാത്മ്യം വളരെ വിശദമായിട്ട് ഇട്ടിരുന്നു. അതൊക്കെ അറിയണം കേട്ടോ. ജീവിച്ച് ഈ ഭൂമിയിൽ ജീവിച്ച് മരിച്ചു പോകുന്നതിനിടയിൽ ആ രാമമന്ത്രത്തെക്കുറിച്ചൊക്കെ ഒന്ന് അറിയണം, എന്നിട്ട് ജീവിതം കടന്നു പോകാവുള്ളൂ. പക്ഷെ അതൊക്കെ എത്ര പേര് കണ്ടെന്ന് എനിക്കറിയത്തില്ല. വളരെ കുറച്ച് ആളുകളെ കണ്ടിട്ടുള്ളൂ. ഇപ്പോൾ ഒരു 4000, 5000, 6000, 7000 അല്ലെങ്കിൽ 10000 ഓടിയിട്ട് അങ്ങ് നിൽക്കും. അതിൽ കൂടുതൽ ആളുകൾ കാണത്തില്ല. ഇപ്പോൾ 4000, 5000 ഓടിയിട്ടുള്ള അധികം ആളുകൾ കണ്ടിട്ടില്ല. പക്ഷേ അതൊക്കെ എല്ലാവരും അറിയേണ്ട കാര്യങ്ങളാണ്. അതിന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. രാമമന്ത്രത്തിൻ്റെ മഹാത്മ്യം ഇതിന് തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ അവസാന ഭാഗത്തായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ അറിഞ്ഞിട്ട് ജീവിതത്തിൽ നിന്ന് കടന്നു പോവുക. അല്ലാതെ ഒരിക്കലും നമുക്ക് ആവശ്യമില്ലാത്ത കാര്യം, നമുക്ക് വേണ്ടാത്ത കാര്യം, നമുക്കൊരു പ്രയോജനമില്ലാത്ത കാര്യം, എത്ര കാര്യം ചെയ്തിട്ട് മാറ്റമില്ലാത്ത കാര്യം, അങ്ങനെയല്ല. നമ്മളുടെ ജീവിതം മാറ്റുന്ന കാര്യങ്ങൾ, സത്യസന്ധമായ നല്ലത് മാത്രം ഉണ്ടാകുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യുക. ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. എല്ലാം അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ ഒരുപാട് ആളുകൾ പറയുന്നുണ്ട്. അത് നല്ല കാര്യങ്ങൾ ആരുടെ ആണെങ്കിലും ഫോളോ ചെയ്യാം, ഒരു കുഴപ്പമില്ല കേട്ടോ. പക്ഷെ അത് നിങ്ങൾ എപ്പോഴും നല്ലതായിരിക്കണം. നിങ്ങളുടെ യുക്തിക്കും ബുദ്ധിക്കും കൂടെ ചിന്തിക്കണം കേട്ടോ. ഞാൻ എൻ്റെ എല്ലാ അനുഭവങ്ങളും നല്ല രീതിയിലുണ്ടായ അനുഭവങ്ങളും നല്ല കാര്യങ്ങളും മാത്രമാണ് ഞാൻ പറയുന്നത്. പ്രാർത്ഥനയോടുകൂടി എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം.